ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈ പുഴയും കടന്നെന്ന സീരിയലിൻ്റെ റിവ്യൂ കേട്ടാലോ? ഒന്ന് നോക്കാം. യമുന കോളേജിലും നമ്മുടെ നീള സ്കൂളിലും പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. എന്നിട്ട് എൻ്റെ അരവിന്ദനെ എല്ലാവരും മറന്നു എന്ന് പറഞ്ഞ് അച്ഛമ്മ കരയുമ്പോൾ ഗംഗ ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് തയ്ക്കാനായി മെഷീൻ തുടച്ച് വൃത്തിയാക്കുന്നു. ഈ സമയം വിനീത് കുറച്ച് സ്നാക്സുമായി വരുന്നു. ഗംഗയെ കണ്ട് മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. ഈ സമയം ബ്ലൗസ് തയ്ക്കാനായി ഒരാൾ വരുന്നു. ഞാൻ തയ്യൽ വീണ്ടും തുടങ്ങിയതായി എല്ലാവരോടും പറയാൻ പറഞ്ഞ് ഗംഗ അകത്തേക്ക് പോകുന്നു. ഇനി അത് നടന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ എന്നുള്ള രീതിയിൽ എല്ലാം പറയുന്നു. ഇത് വിനീത് കേട്ട് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. യമുന പഠിക്കാനായി കോളേജിൽ വരുന്നു. ജയപാലിൻ്റെ മകൻ വിശാഖ് അവളോട് പൈങ്കിളി വർത്തമാനം പറഞ്ഞു. നീ ഇല്ലാതെ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എത്ര നാളായി ഞാൻ ഈ കോളേജിലൊക്കെ കാത്തു നിൽക്കുകയാണെന്നുള്ള മട്ടിലൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് കൂട്ടുകാരനോട് പറയുന്നു, എൻ്റെ താൽക്കാലിക ആശ്വാസത്തിന് മറ്റ് പെൺപിള്ളേരെ പോലെ ഒരാൾ മാത്രമാണ് യമുനയെന്നും. ലേഡീസ് ഐറ്റംസ് തയ്ക്കുന്നതല്ല എന്ന് വിനീത് കടയിൽ ബോർഡ് വയ്ക്കുന്നു. കാവേരി ബാങ്കിൽ തുക അടച്ച് പ്രമാണം കൊടുത്തതിന് ബാങ്ക് ഉദ്യോഗസ്ഥനെ ജയപാൽ വഴക്ക് പറയുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് ഉദ്യോഗസ്ഥൻ പറയുന്നു. അതിന് നിങ്ങളുടെ അമ്മാവൻ്റെ മകൻ നിവിനും കാരണക്കാരനാണെന്ന് പറയുന്നു. ഭക്ഷണം വിളമ്പിയപ്പോൾ പഴയ കാര്യങ്ങളോർത്ത് അമ്മ സങ്കടപ്പെടുന്നു. വിനീതിനോട് കാവേരിക്ക് ഒരു ജോലി സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് ഗംഗ ചോദിക്കുന്നു. അപ്പോൾ വിനീത് നിവിനെ വിളിക്കുന്നു. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. നാളെ കാണാം.